അറിയോ? തൗഹീദിലേക്ക് നീങ്ങുവിൻ, തൗബ ചെയ്ത് മടങ്ങുവിൻ. തോൽപ്പിക്കണ്ടോ? തോൽപ്പിക്കണ്ടോ? റെഡിയോ? റെഡി? അടുത്ത 2 വൈകുമാണ് നിങ്ങൾക്ക് തോൽപ്പിക്കാം. പെൺകുട്ടികളെ ഉപ്പ ചെയ്യിപ്പിക്കാം. നോക്കണം. ശിർക്കിന്റെ കോട്ടയിൽ നിന്നും മോചനം നിങ്ങൾ നേടുവിൻ. ശിർക്കിന്റെ കോട്ടയിൽ നിന്നും മോചനം നിങ്ങൾ നേടുവിൻ. അതൊക്കെ നല്ല എളുപ്പമുള്ളതാണ്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കില്ലേ കാര്യം? അപ്പൊ അടുത്ത നിങ്ങൾ ജയിക്കാണ്ടോ? ഇല്ലെങ്കിൽ ഇവരിപ്പോ പറയാം ഞങ്ങൾക്ക് ഐസ്ക്രീം ഒന്നും കൂടി വേണമെന്ന് പറയേ പറയേ. അപ്പോ അതാണ് തൗഹീദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഒന്ന് നമ്മൾ വിശ്വാസ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുമ്പോ ഒരു 13 കാര്യങ്ങൾ എണ്ണി പറയില്ലേ? വിശ്വാസ കാര്യങ്ങൾ കുറച്ചൊക്കെ ആണ് 13 കാര്യങ്ങളില്ല. അപ്പൊ 13 വിശ്വാസ കാര്യങ്ങൾ 5 അല്ലേ? 6 ഉറപ്പ 6 എന്ന് പറഞ്ഞു. കോട്ടക്കൽ ഇസ്ലാമിയ മദ്രസയിലെ ആയിഷ ഹീന അല്ലേ? ആയിഷ ഹീന തന്നെ. ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം, രണ്ടോ നമ്മൾ അല്ലാഹുവിലുള്ള വിശ്വാസം പഠിച്ചില്ലേ? രണ്ടോ മലക്കുകളുടെ വിശ്വാസം പഠിച്ചില്ലേ? മലക്കുകളിൽ വിശ്വസിക്കണ്ടേ? 3 കിതാബാണോ പ്രവാചകന്മാരാണോ? കിതാബ ഉറപ്പ. ഏതൊക്കെ കിതാബുണ്ട്? ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ. ഇന്നോ അറിയില്ല? പുറത്തില്ല. 4 ഗ്രന്ഥങ്ങളാണ് അല്ലാഹുവിന്റെ അടുത്ത് പ്രവാചകന്മാർക്ക് ഇറക്കിയിട്ടില്ല അല്ലേ? ആ 4 ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. 4ാമത്തത് ഈമാനിലുള്ള വിശ്വാസം. 5ാമത്തത് എന്താണ്? അന്ത്യനാളിലുള്ള വിശ്വാസം. 6 നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണ്. അതായത് കഥകളുള്ള വിശ്വാസം അല്ലേ? അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ടതാണ്. അതിനെപ്പറ്റി നമ്മളൊരു പാട്ട് കഴിഞ്ഞ കൊല്ലം എൻട്രിക്കോഡ് വെച്ചിട്ട്, കഴിഞ്ഞ കൊല്ലം ഞാൻ 30 കൊല്ലം എൻട്രിക്കോഡ് വെച്ചിട്ട് നമ്മളൊരു പാട്ട് പാടിയില്ലേ? നമുക്ക് ഓർമ്മ ഉണ്ടോ? ഇസ്ലാം കാര്യം 5ആണ്, ഈമാൻ കാര്യം 6ആണ്, അവകൾ അറിയൽ ഫർളാണ്. എന്താണ്? ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കേട്ടോ? അപ്പൊ ഈമാൻ ഇസ്ലാം ആണല്ലേ? ഇസ്ലാം കാര്യങ്ങൾ എത്ര? 5. ഉറപ്പ? ഉറപ്പ? 5 ഉറപ്പ? 5 യെസ്. 5 2 നമസ്കാരം, 3 സക്കാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ്. 5 ഹജ്ജ് അല്ലേ? അതുപോലെ 5 ഹജ്ജിനൊക്കെ പോലെ വെല്ലിപ്പൊക്കെ പോയിട്ട് കാരൊക്കെ നിന്നോ? സംസവെള്ളം കുടിച്ചോ? അപ്പൊ ഹജ്ജിന് അവിടുക്ക പോലെ. 1ാമത് ഷഹാദത്താണ്. എവിടുക്കാണ്? ഷഹാദത്തല്ലേ ഇപ്പൊ നമ്മള് പഠിച്ചത് നേരത്തെ? എന്തേ നമ്മള് പഠിച്ച്? തൗഹീദ് എന്ന് പഠിച്ചില്ലേ? അതെന്താണ് ഷഹാദത്ത് കലിമ? അങ്ങനെ ചൊല്ലുക, എല്ലാവരും കൂടെ ചൊല്ലിക്കാം.
لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق അല്ലേ എന്നപ്പം ചെല്ലില്ലേ അൻകയിലെ സുബ്ഹാനല്ലാഹ് എന്നപ്പനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അപ്പൊ അങ്ങനെ ചെയ്യണ്ടേ ഞാൻ അത്താരം പറയാം ബാക്കിലുള്ള അത്താരം പറയാം ഞാൻ പറയണം പെട്ടെന്ന് അതാ പുറകിലുള്ള ആരും തന്നെ എന്തില്ല യാതൊരു വിധത്തിലുള്ള ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലേ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റൊരുത്തനില്ലെന്നും അതേപോലെ തന്നെ മുഹമ്മദ് അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു സാക്ഷ്യം വഹിക്കുന്നല്ലേ അപ്പോ ആ സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ നമ്മുടെ ജീവിതത്തിൽ വേണം അപ്പൊ നമ്മളത് പഠിച്ചു രണ്ടാമത്തെ ഒരു കാര്യം എന്താ പറഞ്ഞു ഇസ്ലാം കാര്യം അഞ്ചാണ് അവയിലൊന്ന് ഷഹാദത്ത് കേട്ടോ കേട്ടോ കേട്ടിട്ടില്ല വളരെ മോശം കേട്ടിട്ടില്ല കേട്ടോ ആരോഗ്യ പാടാൻ ഇവിടെ പാടേ ആയിഷ ഹിന പാടാൻ നല്ല ഒരു ചെറിയ പാട്ട് പതുക്കെ പാടിയാൽ അല്ല ആയിഷ ഹിന പാടില്ല ആരാ പാടാം ഇസ്ലാംകാരെ അഞ്ചാണെന്നുള്ളത് അറിയില്ല ഇസ്ലാം കാര്യം അഞ്ചാണ് അങ്ങനെ പറഞ്ഞു നമ്മള് പഠിച്ചാ എങ്ങനെയാണ് പിന്നെ അപ്പൊ നമ്മള് പഠിച്ചിട്ടില്ല ആ പാട്ടാരെ പാടില്ലെങ്കിൽ ചങ്ങാടം മുന്നോട്ട് പോയി നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കും അപ്പൊ ഞാൻ മാത്രം പാടുക നിങ്ങളൊക്കെ ഏറ്റി പാടാൻ പറ്റില്ല പാടാ ആരെ പാടാ ഇസ്ലാം കാര്യം അഞ്ചാണ് അവയിലൊന്ന് ഷഹാദത്ത് രണ്ടാമത്തേത് എന്താണ് ഒരു നിസ്കാരം മാത്രമേ എന്താണ് അഞ്ചു നേര നമസ്കാരം ഞാൻ ചോദിക്കാം ഓരോ ചോദ്യം അപ്പൊ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി ഉറക്കെ പറയില്ലേ മൂന്നാമത്തേത് എന്താണ് മുതലിനുള്ള സക്കാത്താണ് നാലാമത്തേത് എന്താണ് ഏത് മാസം നമുക്ക് പറഞ്ഞേ റമദാൻ മാസം നോമ്പാണ് അഞ്ചാമത്തേത് എന്താണ് അഞ്ചാമത്തത് ഹജ്ജാണ് ഓർമ്മ ഒറ്റ വട്ടം നമ്മൾ പാടില്ല എല്ലാവരും കൂടി റെഡി അല്ലേ ഞാൻ പാടിത്തരാൻ ഏറ്റുപാടും റെഡി അല്ലേ ഇസ്ലാം കാര്യം അങ്ങനെ തന്നെ ഇസ്ലാം കാര്യം അഞ്ചാണ് അവയിലൊന്ന് ഷഹാദത്ത് രണ്ടാമത്തേത് എന്താണ് അഞ്ചു നേര നമസ്കാരം മൂന്നാമത്തേത് എന്താണ് മുതലിനുള്ള സക്കാത്താണ് നാലാമത്തേത് എന്താണ് റമദാൻ മാസം നോമ്പാണ് അഞ്ചാമത്തേത് എന്താണ് അഞ്ചാമത്തത് ഹജ്ജാണ് ഉറപ്പല്ലേ അപ്പൊ നമ്മൾ പഠിച്ചു രണ്ടാമത്തെ നിസ്കാരമല്ലേ നിസ്കാരം റസൂൽ തന്നെ പറഞ്ഞ് ഒരു കാഫിറും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസമാണല്ലേ അല്ലേ അങ്ങനല്ലേ ഒരാള് നിസ്കരിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ എവിടെ പോവാ നരകത്ത് പോകൂലേ ഉറപ്പല്ലേ അപ്പൊ നരകത്തൊക്കെ നമുക്ക് പോണോ